ഹലോ താത്ത. എന്താണ് പരിപാടി? ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് വരാൻ സമയമാവണുള്ളൂ. ഞാൻ എന്തെന്നാ മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. കുറേ വീഡിയോസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇത്താത്താൻ്റെ അടുത്തൊന്ന് എഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഇത്താത്ത അയ്യോ എൻ്റെ ഫോണിൽ സ്പേസിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി. ആ ആൻറ്റി, ഞാൻ ഇപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പോൾ കുറച്ച് നേരം ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഈ എന്തെന്നാണ് ഈ ലൈവ് ഇടാന്ന് വിചാരിച്ചു. സുഖം, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. കാലത്ത് 7 മണിക്ക് എണീറ്റെടുത്ത് അപ്പോൾ പുറത്ത് മറ്റേ ഗ്യാരേജ് കഴുകാനുണ്ടായിരുന്നു. ആ ഗ്യാരേജ് ഇതാക്കിയിട്ട് എൻ്റെ പൊന്നോ നല്ല വെയിൽ, കരിഞ്ഞു പോയി. നോക്കിയ സൗന്ദര്യം കുറഞ്ഞില്ലേ? എൻ്റെ ആരാധകന്മാരൊക്കെ വിഷമിക്കും. ഇന്നലെ സൂപ്പറായിരുന്നു. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് മറ്റേ സീ ഫുഡിൻ്റെ ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ബക്കറ്റ് ഞാൻ ഒറ്റക്ക് നല്ല പെടപടച്ച്. പിന്നെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞണ്ടുണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു. കക്ക മറ്റേ വലിയ കക്ക, പിന്നെ അതേപോലെ കൊഞ്ചും. ഈ 3 ഐറ്റം ഉണ്ടായുള്ളൂ ഒരു ബക്കറ്റ് എന്ന് പറയും. ഉച്ചക്ക് കൊണ്ടുവന്നു. ഉച്ചക്ക് പകുതി, നൈറ്റ് പകുതിയായിട്ട് ഫുള്ള് തീർത്ത്. ഞാൻ അപ്പം ലൈവ് ഇടണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇതിൻ്റെ തിന്നണേൻ്റെ ആ ഒരു ഇതിനകത്ത് എന്തെന്നാണ് ശ്രദ്ധിക്കില്ല മെസ്സേജ് ഒന്നും. ആരാധകർ കൂടുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും രഹസ്യമായിട്ടിരിക്കുന്ന ആരാധകരാണ്. ആരും മുന്നോട്ട് വരില്ല. എല്ലാവരും ഒളിച്ചിരുന്നിട്ടാണ് ആരാധിക്കുന്നത്. ഇന്നലെ ഇത്താത്ത ലൈവ് ഇട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ കണ്ടില്ല. പിന്നെ അതേപോലെ തന്നെ യൂസുഖാനാണെങ്കിൽ കാണുന്നില്ല. ആ ലൈവിലും കാണാറില്ല, എൻ്റെ ലൈവിലും കാണാറില്ല. ഞാനാണെങ്കിൽ അലക്കും തലക്കൊക്കെ അല്ലേ ലൈവ് ഇടണുള്ളൂ. എന്നിട്ട് എന്തായി അവിടുത്തെ ഫുഡും ഇതുകളൊക്കെ? അവിടെ എന്താ ഫുഡ്?